ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയൽ കാണാനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏവർക്കും ഈ വിക്ടോറിയ മെമ്മോറിയൽ സ്മാരകത്തിലേക്ക് സ്വാഗതം. സെൻട്രൽ കൊൽക്കത്തയിലെ ഒരു വലിയ മാർബിൾ സ്മാരകമാണ്. അതിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. അത് ക്യൂൻസ് വേ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തു നിന്നാണ് ഇതിലേക്കുള്ള പ്രവേശനം. ഇവിടെയും ഒത്തിരി എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒത്തിരി ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ രാവിലെ തന്നെ ആയ കാരണം ടൂറിസ്റ്റുകളൊന്നും അധികം എത്തിത്തുടങ്ങിയിട്ടില്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് വെറും 20 രൂപ മാത്രമാണ് പ്രവേശന ഫീസ്. ഫോറിനേഴ്സിന് 200 രൂപയും. ഈ കാണുന്ന സ്മാരക കമാനത്തിൽ ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഈ കമാനത്തിൽ എഡ്വേർഡ് ഏഴാമൻ്റെ ഒരു കുതിരസവാരി ചെയ്യുന്ന വെങ്കല പ്രതിമയാണ് ഈ കാണുന്നത്. ഈ വിക്ടോറിയ മെമ്മോറിയൽ 1906-നും 1921-നും ഇടയിലാണ് നിർമ്മിച്ചത്. 1876 മുതൽ 1901 വരെ ഇന്ത്യയുടെ ചക്രവർത്തിയായ വിക്ടോറിയ രാജ്ഞി ഇവിടെ സ്മരണയ്ക്കായി ഇത് സമർപ്പിക്കുന്നു. ലോകത്തിലെവിടെയുമുള്ള ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ സ്മാരകമായി ഇതറിയപ്പെടുന്നുണ്ട്. ഇതിന് 64 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഒരു മ്യൂസിയവും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്മാരകം കൽക്കട്ട സിറ്റിയിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നാണ്. ഈ 64 ഏക്കറിൽ അതിവിശാലമായി വ്യാപിച്ചു കിടക്കുന്ന നല്ല മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ നല്ല പച്ച പുല്ല് പരവതാനി വിരിച്ച പോലെ നല്ല പോലെ വൃത്തിയും വെടുപ്പും വേസ്റ്റോ കടലാസുകളോ ഒന്നും വലിച്ചെറിയാതെ നല്ല ക്ലീനാക്കി പരിപാലിച്ചു പോരുന്നുണ്ട്. 1900 ജനുവരി 22-നാണ് വിക്ടോറിയ രാജ്ഞിയെ മരണം സംഭവിച്ചത്. അന്ന് കൽക്കട്ടയിലെ പ്രഭുവായിരുന്ന കഴ്സൺ പ്രഭു അദ്ദേഹമാണ് ഇതിൻ്റെ പണി ആരംഭം കുറിച്ചത്. 1906 ജനുവരി 4-ന് വെയിൽസ് രാജകുമാരനായ ജോർജ് തറക്കല്ലിട്ടു. 1921 ഡിസംബറിൽ എഡ്വേർഡ് 8-ാമൻ രാജകുമാരൻ ഇത് പൂർത്തിയാക്കി. ഇതിന് ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗാലറിയിൽ അതിപ്രശസ്തരുടെ കൃതികളിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേക്സ്പിയറിൻ്റെ കൃതികൾ, അതുപോലെ ഒമർ ഖയ്യാമിൻ്റെ അറേബ്യൻ നൈറ്റ്സ് ആൻഡ് റുബായത്ത് തുടങ്ങിയ പലരുടെയും അപൂർവ ഇനം, അതുപോലെ പുരാതനവുമായ പുസ്തകശേഖരം ഇവിടെയുണ്ട്. കെട്ടിടത്തിൻ്റെ 4 ഭാഗത്തിനും ഒരേ മുഖം തന്നെയാണ് ഉള്ളത്. കൽക്കട്ടയിലെ അടുത്ത സ്ഥലങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.